ഇന്നത്തെ വീഡിയോയിൽ പല കുടുംബങ്ങളും നേരിടുന്ന ഒരു പ്രധാന വിഷയമാണ് പറയുന്നത്. അച്ഛന്റെ പേരിലുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരിക്കെ അച്ഛൻ മരിച്ചാൽ ആ സ്വത്ത് ആരുടെ പേരിലാകും? മക്കളിൽ ഒരാൾ മൈനർ ആണെങ്കിൽ എന്ത് ചെയ്യണം? സ്വത്ത് വിൽക്കാൻ കഴിയുമോ? രേഖകൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നീ കാര്യങ്ങളാണ് വിശദമായി നോക്കുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, അച്ഛൻ വിൽപത്രം എഴുതാതെ മരണപ്പെട്ടാൽ ബാധകമായ അനന്തരാവകാശ നിയമപ്രകാരമാണ് സ്വത്ത് അവകാശികൾക്ക് ലഭിക്കുന്നത്. സാധാരണയായി ഭാര്യയും മക്കളും ഒന്നാം ക്ലാസ് നിയമാവകാശികളാണ്. അതിനാൽ അമ്മയ്ക്കും ഓരോ മക്കൾക്കും അവകാശമുണ്ടാകും. സ്വത്തിന്റെ രേഖ ഇപ്പോഴും അച്ഛന്റെ പേരിലാണെങ്കിലും നിയമപരമായി അവകാശികൾക്ക് അവകാശം ലഭിക്കും. ഇതിനുശേഷം ആദ്യം ചെയ്യേണ്ടത് മരണ സർട്ടിഫിക്കറ്റ് നേടുക എന്നതാണ്. തുടർന്ന് നിയമപരമായ അവകാശി സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരാം. ചില സാഹചര്യങ്ങളിൽ കുടുംബാംഗങ്ങളുടെ സത്യവാങ്മൂലം, വരുമാന രേഖകൾ, തിരിച്ചറിയൽ രേഖകൾ, ആധാർ, റേഷൻ കാർഡ് എന്നിവയും ആവശ്യമായേക്കാം. ഇനി പ്രധാന വിഷയം മൈനർ കുട്ടിയാണ്. മക്കളിൽ ഒരാൾ 18 വയസ്സ് തികയാത്ത മൈനറാണെങ്കിൽ ആ കുട്ടിക്കും സ്വത്തിൽ തുല്യ അവകാശമുണ്ട്. മൈനറിന്റെ അവകാശം ആരും ഒഴിവാക്കാൻ കഴിയില്ല. അമ്മ സ്വാഭാവിക രക്ഷിതാവാണെങ്കിലും മൈനറിന്റെ വിഹിതം നേരിട്ട് വിറ്റഴിക്കാൻ സാധാരണയായി കോടതിയുടെ അനുമതി ആവശ്യമായി വരും. കാരണം മൈനറിന്റെ സ്വത്ത് നിയമം പ്രത്യേകമായി സംരക്ഷിക്കുന്നു. സ്വത്ത് വിൽക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട കോടതിയിൽ അപേക്ഷ നൽകി മൈനറിന്റെ താൽപര്യത്തിനാണ് വിൽപ്പനയെന്ന് തെളിയിക്കണം. ചികിത്സ, വിദ്യാഭ്യാസം, കുടുംബത്തിന്റെ അത്യാവശ്യ ചെലവുകൾ തുടങ്ങിയ യഥാർത്ഥ ആവശ്യങ്ങൾ കോടതി പരിശോധിച്ച ശേഷമാണ് അനുമതി നൽകുന്നത്. കോടതി അനുമതിയില്ലാതെ നടത്തിയ വിൽപ്പന പിന്നീട് നിയമപരമായ തർക്കങ്ങൾക്ക് കാരണമായേക്കാം. സ്വത്തിന്റെ പേര് മാറ്റുന്ന നടപടിയിലും എല്ലാ നിയമാവകാശികളുടെയും വിവരങ്ങൾ നൽകേണ്ടിവരും. റവന്യൂ ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികളിലോ ആവശ്യമായ രേഖകൾ സമർപ്പിക്കേണ്ടതാണ്. ഓരോ സംസ്ഥാനത്തും നടപടിക്രമങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അച്ഛൻ വിൽപത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ സാഹചര്യം വ്യത്യസ്തമായിരിക്കും. വിൽപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വത്ത് കൈമാറ്റം ചെയ്യുന്നത്. എന്നാൽ വിൽപത്രത്തിന്റെ സാധുതയും നിയമപരമായ നടപടികളും പരിശോധിക്കേണ്ടതുണ്ട്. അതിനാൽ അച്ഛൻ മരിച്ചതിനു ശേഷം സ്വത്ത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിനു മുമ്പ് എല്ലാ രേഖകളും പരിശോധിക്കുകയും നിയമാനുസൃതമായ നടപടികൾ പാലിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് മൈനർ കുട്ടിയുടെ അവകാശം ഒരിക്കലും അവഗണിക്കരുത്. ഈ വീഡിയോ പൊതുവായ നിയമവിവരങ്ങൾ നൽകുന്നതിനാണ്. ഓരോ കേസിലെയും വസ്തുതകളും വ്യക്തിപരമായ സാഹചര്യങ്ങളും അനുസരിച്ച് നിയമനിലപാട് മാറാൻ സാധ്യതയുള്ളതിനാൽ ആവശ്യമായാൽ ഒരു അഭിഭാഷകന്റെ ഉപദേശം തേടുക.